ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പള്ളുരുത്തി നമ്പ്യാപുരം ശ്രീ ദുർഗാ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠോത്സവം നടത്തി. പള്ളുരുത്തി നമ്പ്യാപുരം ശ്രീ ദുർഗാ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠോത്സവം നടത്തി. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പള്ളുരുത്തിയിൽ ശ്രീ കുമാരനെല്ലൂർ ഭജനമഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ ദുർഗാ ഭദ്രകാളി ദേവി പ്രതിഷ്ഠ നടത്തി. വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായത്തിൽ പിറന്ന ദേവിയുമ്മ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞിപ്പാത്തൂമ്മയുടെയായിരുന്നു ഈ ക്ഷേത്രം. ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിലും കുഞ്ഞിപ്പാത്തു അമ്മയുടെ ശരീരത്തിൽ ഭീമപ്പള്ളി ബീവി ഉൾപ്പെടെ നിരവധി ദേവതകൾ കുടിയിരുന്നതായി പഴമക്കാർ പറഞ്ഞു. കാലാന്തരത്തിൽ ഉമ്മ മരണപ്പെട്ടു പോകുകയും ക്ഷേത്രം ജീർണാവസ്ഥയിലായി പോകുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം നാട്ടുകാർ ചേർന്നാണ് പുനഃപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയത്. ഈ ദേശത്തിന്റെ കൂടിച്ചേരലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ സെൽവരാജ് പറഞ്ഞു. കുഞ്ഞിപ്പാത്തു ഉമ്മയാണ് ഈ ക്ഷേത്രത്തിന്റെ വഴികാട്ടിയെന്ന് മുഖ്യ രക്ഷാധികാരി CT കണ്ണൻ വ്യക്തമാക്കി. ശ്രീ കുമാരനെല്ലൂർ ദേവി ഭജനമഠത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവ ശുദ്ധനമാണെന്ന് എല്ലാ ദേശവാസികൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അനവരതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ഇന്നേ ദിവസം അമ്മയെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൻ്റെ പൂർത്തീകരണ ദിനമാണ്. അമ്മ മഹാമായ കൂടിയിരിക്കുന്ന പുണ്യദിനം. ഈ ദിനത്തിൽ ഇന്ന് ശ്രീനാരായണ ഗുരുദേവ പരമ്പരയിലെ ആചാര്യ ശ്രേഷ്ഠൻ ശ്രീ ധർമ്മജീതൻ്റെ സ്വാമികളാണ് ദേവിയുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത്. കാർമ്മികനായി ഈയടിയനും ഒപ്പം ദേശവാസികളുടെ കൂടിച്ചേരലിൻ്റെ ഒരു മഹാസുദിനം. അമ്മ അനന്തമായ ചൈതന്യ ശക്തിയോടുകൂടി ഇവിടെ നിലകൊള്ളുമ്പോൾ ഈ ദേശവാസികൾക്ക് ഇനി എന്നും ഉത്സവ നാളുകളാണ്. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര ക്ഷേത്രാങ്കണത്തിൽ നിന്ന് വിഗ്രഹഘോഷയാത്ര നടത്തിയാണ് കൊണ്ടുവന്നത്. ആലുവ അദ്വൈതാശ്രമം ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമിയുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തിയത്. ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ദേവി പാരായണവും താലമെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്രമേൽശാന്തി സിബിലാൽ, രക്ഷാധികാരി CT കണ്ണൻ, CS ഷിബു, CB ബാബു, PT ഹരിദാസ്, EP അരവിന്ദാക്ഷൻ, KS ഷാജി, ജോഷി, വനജ, പ്രേമരാജൻ, സലീല തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും നടത്തപ്പെട്ടു. ഇത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സ്വപ്നമായിരുന്നു. 100 വർഷങ്ങൾക്ക് മുന്നേ ക്ഷേത്രമുണ്ടായിരുന്നു. അതിന്റെ ജീർണാവസ്ഥയിൽ അത് ക്ഷയിച്ചു പോകുകയും ഈ ട്രസ്റ്റ് രൂപീകരിച്ച ഇത്തരത്തിലുള്ള ഒരു ശ്രീകോവിലിൽ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.